ഹായ് ഫ്രാൻസ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പൂജ റിലീസുകൾ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. ഗംഭീര 4 പടങ്ങൾ ഓൾറെഡി അനൗൺസ്ഡ് ആണ്. ഡേറ്റ് ഒക്ടോബർ 10 മുമ്പായിട്ട് 4 പടങ്ങൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ വേട്ടയ്യൻ വരുന്നുണ്ട്. അതിൽ ഫഹദ് ഫാസിൽ മഞ്ജു വാര്യരൊക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. വേട്ടയൻ്റെ ഷൂട്ടിംഗ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. വിജയും അതുപോലെ തന്നെ രജനീകാന്ത് ഒരേ സമയം ഉണ്ടായ സമയത്തൊക്കെ ഒരു ന്യൂസിൽ വായിച്ചിരുന്നു. കറക്റ്റ് അപ്ഡേറ്റ് അറിയില്ല. രണ്ടുപേരും ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു, അത് ഒരേ സമയം ഏകദേശം ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ വേട്ടയൻ ഏകദേശം ഒക്ടോബർ 10 റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിനുശേഷം കങ്കുവ ഏകദേശം ഒരു 2.5 വർഷത്തിന് ശേഷം സൂര്യ തിമിർത്താടാൻ വന്നിരിക്കുന്നതാണ്. യാതൊരു സംശയമില്ല, അതിഗംഭീര സാധനം തന്നെയാണ്. 2.5 വർഷത്തെ എഫേർട്ട് അത് സൂര്യാണ് ഇടുന്നത്, നമുക്കതിൽ കാണാം. അപ്പോൾ 2.5 വർഷത്തിന് ശേഷം വരുമ്പോൾ നമ്മുടെ സൂര്യ ഫാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിജയിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഫാൻസാണ് കേട്ടോ. അതിഗംഭീര ഫാൻസ് ഉണ്ട് കേരളത്തിലായാലും. വലിയ ആഘോഷം തന്നെയാക്കും. ചിലപ്പോൾ റിലീസ് പടം ചിലപ്പോൾ 12 മണിക്ക് 2 മണിക്കും അതുപോലെ അൺലിമിറ്റഡ് ഷോസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അവർ കാത്തിരിക്കുകയാണ്. കുറച്ച് കാലമായി, 2.5 വർഷത്തിന് ശേഷമാണ് സൂര്യയുടെ പടം വരുന്നത്. അതുപോലെ വേട്ടയൻ എന്ന പടത്തിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അത്യാവശ്യം ആക്ഷനും പ്രാധാന്യം കൊടുത്തുള്ള പടമാണ്. ഫഹദ് ഫാസിലുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യണം. ഫഹദ് ഫാസിലൊക്കെ ഒരു ക്യാരക്ടർ കൊടുക്കണ സമയത്ത് മഞ്ജു വാര്യർ. അപ്പോൾ ഡേറ്റ് ക്ലാഷ് റിലീസ് ആണെങ്കിൽ ഡേറ്റ് മാറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഇത് കേരളത്തിൽ വരുന്ന സമയത്താണ് 2 പടം ഒരേ ഡേറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒക്ടോബർ 10 വന്നു കഴിഞ്ഞാൽ വിഷയമൊന്നുമില്ല. ഫസ്റ്റ് ഡേ കളക്ഷൻ കുറച്ച് ബാധിക്കുന്നതൊക്കെ മാത്രം, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, വേറെ 2 പടം ഉണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ഏട്ടൻ ലാലേട്ടൻ്റെ L360, ലാലേട്ടൻ 360ാമത്തെ പടം. തരുൺമൂർത്തി, ലാലേട്ടൻ, ശോഭന എവർഗ്രീൻ കോംബോ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു. ആ പടം ഉണ്ട്. തൊടുപുഴയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് പാക്കപ്പ് വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അടിപൊളിയാണ്. അതിൻ്റെ 2 മിനിറ്റ് വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ശരിക്കും ആ പടത്തിൻ്റെ ലൊക്കേഷനിൽ കുറേ ഇൻസിഡൻസ് മലയാളികളുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ട്. കണ്ടുകൊണ്ട് അമ്മാമയായിട്ടുള്ള സീൻ, ലാലേട്ടനെ കാണാൻ വരുന്നതും താറാർച്ചി കൊടുക്കാൻ പറഞ്ഞത്, കുറേ സംഭവങ്ങൾ അവിടെ ആ ലൊക്കേഷനിലുണ്ട്. ശരിക്ക് ഭയങ്കര ഒരു ഗൃഹാതിരത്വം തുളുമ്പുന്ന കുറേ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. കുറേ വീഡിയോസായിട്ട് കണക്റ്റഡ് ആയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ കണ്ടിരുന്നു. ഒരു 100% ഹിറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു മൂവി തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ഈ പടം കുറച്ച് മുമ്പ് വരേണ്ട ഒരു പടമായിരുന്നു. ഇതിനെ സംബന്ധം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും തരുൺമൂർത്തി എടുത്ത് ചെയ്യുന്ന സമയത്ത് അതെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആൾ ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഓപ്പറേഷൻ ജാവ ആയാലും പിന്നെ ഒരു പടം ഉണ്ടല്ലോ, അതൊരു പേര് മറന്നു സൗദി വെള്ളയ്ക്ക. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അതിന് ശേഷം ചെയ്യുന്നൊരു പടമാണ്. ശരിക്കും ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. തൊടുപുഴയിൽ ടാക്സി ഡ്രൈവർ റോളാണ് ലാലേട്ടൻ വരുന്നത്. അപ്പോൾ നമ്മൾ ലാലേട്ടനെ എങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നു അത് ആ സാധനം അതിലുണ്ട്. അതുപോലെ ശോഭന കൂടി ചേരുന്ന സമയത്ത് ടാക്സിയിൽ കയറുന്നൊരു യാത്രക്കാരന് സംഭവിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു കഥയാണെന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. അതും പൂജ റിലീസാണ്. അപ്പോൾ അതിന് മുമ്പ് ബാരോസ് ഉണ്ടാവുമോ എന്നറിയില്ല. ചിലപ്പോൾ ബാരോസ് ഇതിന് ശേഷമായിരിക്കും. ഇനി കറക്റ്റായിട്ട് പടങ്ങളുണ്ട്. അതിനുശേഷം റാം വരുന്നുണ്ട്. റാമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഫൈനൽ സംഭവത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഓൾറെഡി ഇതിൽ എമ്പുരാനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പടത്തിന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു പടം വരുന്നുണ്ട്, അത് നമ്മുടെ അമൽ നീരജിൻ്റെ ആണ്. പടത്തിൻ്റെ പേര് ചെറിയ കൺഫ്യൂഷൻ. ബോഗിയൻ വില്ല. അമൽ നീരജ് പടം. ഫഹദ് ഫാസിൽ, ജ്യോതിർമയി, കുഞ്ചാക്കോ ബോബൻ, പിന്നെ ആരാ നമ്മുടെ ആളെ പേര് ഞാൻ മറന്നല്ലോ, നമ്മുടെ കെട്ടുകളാണ് മാലാക. അവരൊക്കെ കിഡു ലുക്ക്, അതിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഭയങ്കര ട്രെൻഡായ പടമാണ്. പിന്നെ അമൽ നീരജിനെ സംബന്ധിച്ച് ഭീഷ്മപർവത്തിന് ശേഷം ചെയ്യുന്നൊരു പടമാണ്. ഇപ്പോൾ ഒരു 100 കോടി മമ്മൂക്കയ്ക്കുള്ള പോലെ 100 കോടിയുടെ അടുത്ത് എത്തിയ പടമാണ് ഭീഷ്മപർവം. ഏകദേശം 90 കോടിയുടെ അടുത്ത് കളക്ട് ചെയ്ത പടമാണ്. അപ്പോൾ ഈ പടത്തിൽ 100 കോടിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം നല്ല ടീമാണ്. പടത്തിൽ വെക്കേഷനാണ്. അമൽ നീരജ് പടത്തിൻ്റെ നമുക്കറിയാം അത്യാവശ്യം സ്റ്റൈലിഷ് കാര്യങ്ങളും ട്രെൻഡ് ട്രെൻഡ് സെറ്ററാണ് ആൾ. ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ട്രെൻഡ് സെറ്റ് ചെയ്ത ഒരാളാന്ന് വേണം പറയാം. അയാൾ ബിഗ് ബി മുതലായിട്ട് എടുത്തു കഴിഞ്ഞു. ബിഗ് ബി ആളല്ല ചെയ്തത് അമൽ നീരജ്. യെസ്. അപ്പോൾ ട്രെൻഡ് സെറ്ററാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ബിഗ് ബി കഴിഞ്ഞ് ചെയ്യുന്നൊരു പടം, ബിഗ് ബി ആയിട്ടല്ല ഭീഷ്മപർവത്തിന് ശേഷം ചെയ്യുന്ന പടം ഗംഭീര പ്രതീക്ഷയാണ്. ലുക്ക് പിടിച്ചുള്ളൊരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഇവരൊക്കെ തോക്ക് പിടിച്ച സീനൊക്കെ രക്ഷയില്ലാത്ത ലുക്കാണ്.
ഈ 4 പടങ്ങൾ ക്ലാഷ് റിലീസ് ഉണ്ട്. വേറെ പടങ്ങൾ ഉണ്ടായിരിക്കും, വേറെ ലാംഗ്വേജിൽ നിന്ന് പടം ഉണ്ടായിരിക്കും. അപ്പോൾ പൂജ ഹോളിഡേയ്സ് ആയിട്ട് കൊഴുക്കും. അപ്പോൾ ആ സമയത്ത് തിയേറ്ററൊക്കെയാണ് സീൻ വരിക. എന്തായാലും നല്ല പടങ്ങൾ കളിക്കും. എന്തായാലും മോഹൻലാലിൻ്റെ പടം ഹിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പേസ് വേറെ ഉണ്ട്. മലയാളികൾ എന്തായാലും ഒരു ഹിറ്റ് പടമാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് അഭിപ്രായം വന്നതിന് ഇൻഡസ്ട്രി കത്തുന്നതെന്ന് യാതൊരു സംശയമില്ല. അടുത്തൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരു ഒരേ ഒരു നടൻ ഒറ്റയ്ക്ക് വന്നിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും എല്ലാ പടങ്ങളും വിജയിക്കട്ടെ, എല്ലാം വലിയ വിജയമാവട്ടെ. എനിക്ക് നല്ല പ്രതീക്ഷയുള്ള പടങ്ങളാണ് 4. അപ്പോൾ പിന്നെ മറ്റു പടങ്ങളിൽ നമ്മുടെ മലയാളി സാന്നിധ്യമുണ്ട്. പിന്നെ കങ്കു വരുന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്റ്റേഷനാണ്. പടത്തിൻ്റെ ഓരോ ട്രെയിലർ, ഓരോ ഭാഗങ്ങളൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തുള്ള ആ ലുക്ക് തന്നെ, ആ കുറേ ശവത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ലുക്ക് തന്നെ. സൂര്യ ഈസ് ഗ്രേറ്റ് ആക്ടറാണ്. സൂര്യനെ സംബന്ധിച്ച് തമിഴ് ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നിയുള്ള കാര്യമായിട്ടാണ് പേഴ്സണലി. കമൽഹാസൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് റോളുകളൊക്കെ പിടിച്ച് ചെയ്യാൻ പറ്റിയ ഒരു നടനാണ് വിക്രം, സൂര്യമൊക്കെ. അപ്പം അത് നമ്മളിതിൽ കണ്ട് പുരാണ കഥാപാത്രത്തൊക്കെ ആ ബോഡി ലാംഗ്വേജൊക്കെ നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന നടനും കൂടിയാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയാണ്. ഇത് 2 കാലഘട്ടത്തിലൊക്കെ ഈ പടം കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സിനിമ ഗ്രോ ചെയ്യാണ്, അതിൽ യാതൊരു സംശയമില്ല. അതിങ്ങനെ വെറൈറ്റി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. കൽക്കും മലയാളത്തിൽ നിന്ന് ഒരുപാട് വിപ്ലവ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായി ദിവസങ്ങളായിട്ട് പോകും. ഇപ്പോൾ ഇന്ത്യ 2 വന്ന് ഇങ്ങനെ ഓരോ മാസങ്ങൾ പടങ്ങളാണ്. അപ്പോൾ എല്ലാ പടത്തിനും എല്ലാവിധ ആശംസകളും. എല്ലാം അടിപൊളിയായിട്ട് കളിച്ചിട്ട് ഇൻഡസ്ട്രി ഭരിക്കട്ടെ. നമ്മുടെ ലാലേട്ടൻ്റെ ഗംഭീര ഒരു തിരിച്ചുവരവ് നമുക്ക് ഈ പടത്തിൽ പ്രതീക്ഷിക്കാം. ഇനി അങ്ങോട്ട് നമ്മുടെ സ്വന്തം അഹങ്കാരത്തിൻ്റെ സമയമാവട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ആരെയായിട്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. മുകേഷ്, താങ്ക് യു.